എല്ലാവർക്കും നമസ്കാരം. എന്ത് കാരണം കൊണ്ടാണ് ഒരു ജീവികളെയും കൊല്ലരുത് എന്നും കൊലപാതകത്തിൻ്റെ ഉൽപ്പന്നമായ മാംസാഹാരം ഒഴിവാക്കുന്നതാണ് മനുഷ്യത്വപരം എന്നും പറയുന്നത്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് അഹിംസ ആചരിക്കണം? മഹാത്മാഗാന്ധിയും മറ്റുമൊക്കെ അവരുടെ ജീവിതത്തിൽ അഹിംസാവ്രതം ഉള്ളവരായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ അഹിംസ എന്ന ഈ മൂല്യത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? ഈ മൂല്യത്തെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണോ അതോ തള്ളിക്കളയേണ്ടതാണോ? അത് മാനവികമാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത്. നാരായണ ഗുരു നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ലോകത്തുള്ള എല്ലാ ജീവികളും കൊല്ലപ്പെടാതെ സന്തോഷത്തോടുകൂടി സുഖമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ജീവിയും കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. സംശയമുണ്ടെങ്കിൽ ഇത് പരീക്ഷിക്കാനായി നമ്മൾ ഏതെങ്കിലും ഒരു ജീവിയെ പിടികൂടാൻ നോക്കിയാൽ അത് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണാം. ഈ പ്രപഞ്ചത്തിലെ അനേക ജീവിവർഗങ്ങളിൽ മനുഷ്യൻ എന്ന ഒറ്റ ജീവിവർഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മളെല്ലാം പൊതുവെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായി മറ്റു സഹജീവിവർഗങ്ങളെയും കൂടി കണക്കിലെടുത്ത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും സമാധാനപരമായും സന്തോഷത്തോടും കൂടി ജീവിതാവസാനം വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇവിടെ തുല്യ അവകാശികളാണെന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇക്കാര്യം ആലോചിക്കാതെ വെറുതെ നോക്കിയാൽ അങ്ങനെയാണെന്നിട്ട് നമുക്ക് തോന്നുകയുമില്ല. തത്വപരമായി നോക്കിയാൽ ഈ പ്രപഞ്ചവും മനുഷ്യരും ഇതര ജീവിവർഗങ്ങളുമെല്ലാം ഒരൊറ്റ സത്യത്തിൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ്. അതുകൊണ്ട് അവിടെ സകല ജീവജാലങ്ങളും തമ്മിൽ ഏകമായ ഒരു സത്യത്തിൽ നിന്നും വെളിപ്പെട്ടവർ എന്ന നിലയിലുള്ള ഒരു സാഹോദര്യത്തെ നമുക്ക് കാണാൻ കഴിയും. ഇനി പരിണാമപരമായി നോക്കാനാണ് താല്പര്യമെങ്കിൽ, പരിണാമ ശൃംഖലയാകുന്ന പ്രപഞ്ചവൃക്ഷത്തിൻ്റെ നിലവിലെ ഏറ്റവും അഗ്രത്തുള്ള മുകുളങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിവർഗങ്ങളും ഓരോ ജീവികളും. അതായത് ബാക്ടീരിയയും ഈച്ചയും പൂച്ചയും മനുഷ്യനും കുരങ്ങും എന്ന് വേണ്ട സകലതും. അതുകൊണ്ട് ഒരു ജീവിയും മറ്റൊരു ജീവിയേക്കാൾ ഉത്കൃഷ്ടമാണെന്നോ അപകൃഷ്ടമാണെന്നോ ചിന്തിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. മനുഷ്യന് വിശേഷബുദ്ധി കൂടുതലുള്ളപ്പോൾ ചില ജീവിവർഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ ഘ്രാണശക്തി കൂടുതലുണ്ട്. ചില ജീവികൾക്ക് മനുഷ്യനേക്കാൾ കാഴ്ചശക്തി അനേകം കൂടുതലാണ്. ചില ജീവികൾക്ക് വേഗത കൂടുതലാണ്. അങ്ങനെ പലതും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ എല്ലാ ജീവിവർഗങ്ങളും അതുല്യരാണ് എന്ന കാര്യമാണ്. ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തരാണ്. അതുപോലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമുക്കും സഹജീവികൾക്കും തമ്മിൽ ഒരു പരസ്പര സാഹോദര്യം കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഗുരു ചോദിക്കുന്നത്, എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത്? ഇതോർക്കുകിൽ കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയതും എന്ന്. അതിരിക്കട്ടെ, നാം മറ്റൊരു ജീവിയെ നിഷ്കരണം കൊന്നാൽ അതൊരു പോത്താകട്ടെ, പശുവാകട്ടെ, ആടാകട്ടെ, കോഴിയാകട്ടെ, പന്നിയാകട്ടെ, പട്ടിയാകട്ടെ, അതിലെ അന്യായം, അനീതി എന്താണ്? അതിന് പിന്നിലെ രഹസ്യം ഈ ലോകത്തുള്ള മനുഷ്യനടക്കമുള്ള സകല ജീവജാലങ്ങളുടെയും ജീവിതത്തിൽ എന്നും പ്രസക്തമായി വരുന്ന ഒരു തത്വമാണ്. ആ തത്വത്തെ നാരായണ ഗുരു 2 വരിയിൽ പഠിപ്പിക്കുന്നു. അതിങ്ങനെയാണ്: കൊല്ലുന്നതു തങ്കൽ വരിൽ പ്രിയമാവില്ല, ഈ വിധി ആർക്ക് ഹിതപ്രദമാം എന്ന്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ അർത്ഥം എന്താണ്? കൊലപാതകം എന്ന പ്രവൃത്തി നമ്മുടെ നേർക്കാണ് വരുന്നത് എങ്കിൽ അത് നമുക്ക് ഒരിക്കലും പ്രിയമാവുകയില്ല, അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇതുപോലെ തന്നെയാണ് മറ്റ് ജീവിവർഗങ്ങൾക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് മനുഷ്യനടക്കം ഒരു ജീവിവർഗവും ഒരു ജീവിയും കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഒരു ജീവിവർഗത്തെയും കൊല്ലരുത് എന്നാണ് ഗുരു പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ന്യായമാണ്, സസ്യങ്ങൾക്കും ജീവനില്ലേ എന്ന ചോദ്യം.
സസ്യങ്ങൾക്ക് ജീവനുണ്ട്. പക്ഷേ ഒരു ആടിൻ്റെ തല കത്തി കൊണ്ട് അറുക്കുന്നതും ഒരു വണ്ടയ്ക്ക അടർത്തിയെടുക്കുന്നതും ഒരേ ലാഘവത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? നോർമലായ ഒരു മനുഷ്യന് സാധ്യമല്ല. ഒന്നിൽ സാധൂകരിക്കാൻ കഴിയുന്നതും ഒന്നിൽ സാധൂകരിക്കാൻ കഴിയാത്ത തോതിലുമുള്ള ഹിംസയാണുള്ളത്. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ഹിംസയുടെ തോത് എവിടം വരെ ആകാം എന്നത് ഓരോരുത്തരും തൻ്റെ മനസാക്ഷിക്ക് അനുസൃതമായി സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ ശാപ്പാട് സസ്യലോകം വരെ കൊണ്ട് തൃപ്തനാകണോ, അതോ ഇനി നാക്കിനെ തൃപ്തിപ്പെടുത്താൻ സസ്യലോകവും കഴിഞ്ഞ് മൃഗലോകത്തേക്ക് കടന്ന് സഹജീവികളെയും ശാപ്പിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരാളുടെ മനസ്സിൽ നിന്നും ഊറി വരുന്ന ദയയും കരുണയും അനുകമ്പയും ഒക്കെയാണ്. അല്ലാതെ പുറത്തു നിന്നുള്ള മതനിയമങ്ങളോ സമ്മർദ്ദങ്ങളോ ഒന്നുമല്ല. ഇനി ഞാൻ ജീവികളെ കൊല്ലാനും പിടിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ, തിന്നുന്നതല്ലേ ഉള്ളൂ എന്നാണ് വാദമെങ്കിൽ ഗുരു പറയും, കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാളില്ലെങ്കിൽ. പിന്നെ പറയും, കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയാം കൊല്ലുന്നതിൽ നിന്ന് മുരത്തൊരഖം. തിന്നാൻ ആളുള്ളത് കൊണ്ടാണ് കൊല്ലാൻ ആളുള്ളത്. കൊല്ലുന്നില്ല, തിന്നുന്നതല്ലേ ഉള്ളൂ എന്ന നിലപാടിൽ രണ്ടു തെറ്റുകളാണ് ഒരു ദയാലുവിൻ്റെ മുമ്പിലുള്ളത് എന്ന് ഗുരു ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, സഹജീവികളെ കൊല്ലാൻ താൻ കാരണമായി മാറിയത്. രണ്ട്, മറ്റൊരാളെ തനിക്ക് വേണ്ടി മൃഗക്കൊലപാതകിയാക്കിയത്. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കുന്നു എന്നത് കൊല്ലുന്നതിനേക്കാൾ വലിയ തെറ്റാണ് എന്ന് ഗുരു പഠിപ്പിക്കുന്നു. ഇക്കാരണം കൊണ്ട് ഗുരു പറയും, കൊല്ലാവൃതമുത്തമമാം, അതിലും തിന്നാവൃതം എത്രയും ഉത്തമമാം എന്ന്. കൊല്ലാതിരിക്കുക എന്നത് നല്ലത് തന്നെ, എന്നാൽ കൊന്നതിനെ തിന്നാതിരിക്കുക എന്നത് അതിലും ഉത്തമമാണ് എന്ന് ഗുരു നമ്മോട് പറയുന്നു. ഇങ്ങനെ ദയയും കരുണയും അനുകമ്പയും സഹാനുഭൂതിയുമൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് ഭക്ഷണത്തിനായി പോലും ഹിംസയുടെ തോത് വളരെ കുറയ്ക്കണം, പരമാവധി ഒഴിവാക്കണം എന്ന ആശയം അനിഷേധ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഗുരു പറയും, കൊല്ലായകിൽ അവൻ ഗുണമുള്ള പൂമാൻ, അല്ലായകിൽ മൃഗത്തോട് തുല്യനവൻ. വിശദീകരണം ആവശ്യമില്ല. തുടർന്ന് ഗുരു പറയും, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാ വക നന്മയുമാർന്നിടിലും എന്ന്. നിങ്ങൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ് എങ്കിൽ ഗുരു ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കൊല്ലപ്പെടാൻ തയ്യാറാകാത്ത, ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ജീവിയെ കരുണയില്ലാതെ നിങ്ങൾ കൊന്നു, അല്ലെങ്കിൽ നിങ്ങൾ മൂലം കൊല്ലപ്പെട്ടു. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മേൽ കരുണയുണ്ടാകണമേ ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എന്തർഹതയാണ് നിനക്കുള്ളത് എന്നാണ് ഗുരു ചോദിക്കുന്നത്. താൻ കരുണയില്ലാതെ സഹജീവിയെ കൊന്നിട്ട് തൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നതിലെ അസംബന്ധവും യുക്തിയില്ലായ്മയുമാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. സഹജീവികൾക്ക് ദ്രോഹമുണ്ടാക്കാത്ത ഒരു മനുഷ്യന് മാത്രമേ പ്രാർത്ഥിക്കാൻ പോലുമുള്ള യോഗ്യതയുള്ളൂ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേൽപ്പറഞ്ഞതൊക്കെ വലിയ തത്വപരമായ കാര്യങ്ങളൊന്നുമല്ല. വെറും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുന്ന വെറും സാധാരണമായ കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ സഹജീവികളെ കടിച്ചു കീറി തിന്നുന്ന സിംഹമോ പുലിയോ കടുവയോ ചെന്നായോ ഒന്നുമല്ല. ദയയും കരുണയും അനുകമ്പയും സ്നേഹവുമൊക്കെയുള്ള മനുഷ്യർ എന്ന ജീവിവർഗമാണ്. ഇങ്ങനെ കാര്യങ്ങൾ കാര്യകാരണസഹിതം മനസ്സിലാക്കിയ കരുണയുള്ള ഒരാൾ തൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായി അഹിംസ അനുഷ്ഠിക്കും. ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് മഹാത്മാഗാന്ധിയെ പോലുള്ളവരും, മഹാത്മാഗാന്ധി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇടയിലും ധാരാളം ആളുകൾ അഹിംസയൊക്കെ ആചരിച്ച് ജീവിക്കുന്നുണ്ട്. ഈ ആശയം കേവലം ഭാരതീയമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതേ സമാന ചിന്തയുള്ള അഹിംസ പിന്തുടരുന്ന മില്യൺ കണക്കിന് ആളുകൾ ഇന്ത്യക്ക് പുറത്തും ലോകത്തുണ്ട്. എവിടെ നിന്നാണ് ഈ ചിന്താധാര ഉത്ഭവിക്കുന്നത്? മനുഷ്യത്വമുള്ള മനസ്സുകളിൽ നിന്നാണ് അത് സ്വയമേ ഉണ്ടായി വരുന്നത്. ഈ കൂട്ടർ പൊതുവെ വീഗൻസ് എന്നാണ് ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്നത്. വീഗനിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ലളിതമാണ്. മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും ഒഴിവാക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. അതുകൊണ്ട്
ഇറച്ചി, പാലുൽപ്പന്നങ്ങൾ, മുട്ട, തേന് ഇങ്ങനെയുള്ളവയൊക്കെ ഭക്ഷണത്തിൽ നിന്നും അവർ ഒഴിവാക്കും. പിന്നെ വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ മേടിക്കുമ്പോൾ ഈ മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ ഇവർ ഉറപ്പുവരുത്തും. മൃഗങ്ങളെ വിനോദത്തിനായി പോലും ദുരുപയോഗം ചെയ്യുന്നില്ല. സഹജീവികളെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാത്തതും അവരോടുള്ള നീതിയും ദയയും പ്രായോഗികമാക്കുന്നതുമായ ഒരു ജീവിത രീതിയാണ് ഈ അഹിംസാപരമായ വീഗനിസം. അതിൽ വ്യക്തിപരമായ ധാർമ്മികതയ്ക്കും സഹജീവികളോടും പരിസ്ഥിതിയോടുമുള്ള കരുതലിനും സഹാനുഭൂതിക്കുമൊക്കെയായിരിക്കും മുൻതൂക്കം നൽകുന്നത്. ഇത് വളരെ പുരാതനമായ ഒരു ജീവിത രീതിയാണെങ്കിലും 1944 ഡൊണാൾഡ് വാട്സൺ എന്ന ബ്രിട്ടീഷുകാരനാണ് വീഗൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇംഗ്ലണ്ട്, അമേരിക്ക, ജർമ്മനി, ഇസ്രായേൽ, സ്വീഡൻ, നെതർലൻഡ്, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങിയ ഇടങ്ങളിലും മറ്റനേകം രാജ്യങ്ങളിലും ജനപ്രീതി നേടിയതും അനുനിമിഷം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ജീവിത രീതിയാണ് ഇപ്പറഞ്ഞ അഹിംസാപരമായ വീഗനിസം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടും കൊല്ലുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പലവിധ ന്യായങ്ങൾ കണ്ടെത്തി ഒരാൾ വാദിക്കാൻ വാദിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം? അത് അയാൾക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, അയാളിലെ ദയയുടെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ തോത് വളരെ താഴെയാണ് എന്നും തൻ്റെ സ്വാർത്ഥതയ്ക്ക് തന്നെ മുൻതൂക്കം നൽകുന്നു എന്നുമേ അതിന് അർത്ഥമുള്ളൂ. അഹിംസ എന്നത് ആ വാക്കിനപ്പുറം ആ ആശയത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കിപ്പോയാൽ, അല്ലെങ്കിൽ ഈ ആശയം നമ്മുടെ ഉള്ളിലായാൽ സ്വാഭാവികമായി ഈ ആശയത്തെ നാം അറിയാതെ സ്വയം പിന്തുടർന്നു പോകും. ഇങ്ങനെ വ്യക്തമായി ആഴങ്ങളിൽ ബോധ്യപ്പെട്ട അഹിംസ എന്ന അറിവ് സ്വയമേ നമ്മളറിയാതെ നമ്മുടെ മനോവൃത്തിയായി മാറും. അപ്പോൾ പ്രവൃത്തിയുടെ ലോകത്ത് മാത്രമായിരിക്കില്ല അഹിംസ വിഹരിക്കുന്നത്, ചിന്താലോകത്തും അഹിംസ പ്രവർത്തിക്കും. ധർമ്മങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മം എന്നറിയപ്പെടുന്ന അഹിംസ എന്ന ആശയത്തെ അതിൻ്റെ ആഴങ്ങളിൽ അറിയാൻ നാരായണ ഗുരു എഴുതിയ ജീവകാരുണ്യപഞ്ചകം, അനുകമ്പാദശകം, അഹിംസ തുടങ്ങിയ കൃതികളൊക്കെ പഠനത്തിനും ചിന്തയ്ക്കും വിധേയമാക്കാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.